80 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത വിധം കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ട പോലീസ് ക്രൂരതയുടെ മുഖമാണ് ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് മുന്നിലുള്ളത്. രാജ്യം കാക്കുന്ന പൗരന്മാർക്കും അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി യുവാക്കളുടെ ശബ്ദമായ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേരെ കേന്ദ്ര ഭരണകൂടം തങ്ങളുടെ ആക്രമണം അഴിച്ചുവിട്ട വർഷം. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നടത്തിയ ഈ ക്രൂരതയ്ക്ക് മുന്നിൽ അവസാനം തങ്ങളുടെ ക്യാബിനറ്റ് മന്ത്രിയെ രാജിവെപ്പിച്ച് ബിജെപിക്ക് മുട്ടുമടക്കേണ്ടി വന്നു. എന്നിട്ടും പെല്ലറ്റ് ഗണ്ണുകൾ കൊണ്ട് അടിച്ചമർത്തിയും ഇന്റർനെറ്റ് വിച്ഛേദിച്ച് ദ്രോഹിച്ചിട്ടും ക്രൂരതകൾക്ക് മുൻപിൽ മാപ്പ് അപേക്ഷിക്കാതെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ പ്രസംഗിക്കാൻ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് വിട്ടുനിന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും ഉറച്ച നിലപാടാണ്. അത് വെറും ഒരു വിട്ടുനിൽക്കലല്ല, മറിച്ച് ജനങ്ങളെ അപമാനിക്കുന്ന ഭരണകൂടത്തോടുള്ള നീതിയുക്തമായ പ്രതിഷേധമാണ്. ഇന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ 80ാം സ്വതന്ത്ര പതാക ഉയരുമ്പോൾ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവും അവിടെ നിന്നും വിട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് നൽകേണ്ട പ്രോട്ടോകോൾ പോലും കാറ്റിൽ പറത്തി രാഹുൽ ഗാന്ധിയെ പുറകിലെ വരിയിലേക്ക് തള്ളിവിടാൻ നോക്കിയവർ ഇന്ന് ഓർക്കുക, നിങ്ങൾ തള്ളിവിട്ടത് ഒരു വ്യക്തിയല്ല. ഇന്ന് ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ 80ാം സ്വതന്ത്ര പതാക ഉയരുമ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിട്ടുനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് നൽകേണ്ട പ്രോട്ടോകോൾ പോലും കാറ്റിൽ പറത്തി രാഹുൽ ഗാന്ധിയെ പുറകിലെ വരിയിലേക്ക് തള്ളിവിടാൻ നോക്കിയവർ ഇന്ന് ഓർക്കുക, നിങ്ങൾ തള്ളിവിട്ടത് ഒരു വ്യക്തിയെയല്ല, ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദത്തെയാണ്. എന്നിട്ടും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ മതേതര കാഴ്ചപ്പാടിന്റെ അടിത്തറ പോലും തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ചെങ്കോട്ടയിൽ നടന്നത്. നൂറ്റാണ്ടുകളായി വിവിധ സംസ്കാരങ്ങളും മതങ്ങളും ഒന്നിച്ചു പുലരുന്ന ഈ മതേതരത്തെ തച്ചുടച്ച് സ്വന്തം രാഷ്ട്രീയ അജണ്ട അടിച്ചേൽപ്പിക്കാൻ വന്ദേ മാതരത്തിന്റെ ആലാപനത്തെ പോലും ഉപയോഗപ്പെടുത്തിയ കാഴ്ചയാണ് നാം കണ്ടത്. ജനാധിപത്യ തത്വങ്ങളെയും മതേതരത്വത്തെയും നിഷ്കരണം കൊല ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ ചിത്രമാണ് ഇതിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ 12 കൊല്ലമായി ഞങ്ങളെ ആരും തൊടില്ല, തങ്ങളെ ചോദ്യം ചെയ്യാൻ ഈ നാട്ടിൽ ആളില്ല എന്ന് അഹങ്കരിച്ച ബിജെപി എന്ന മഹാപ്രസ്ഥാനത്തെ കോക്രോച്ച് ജനതാ പാർട്ടി മുട്ടുകുത്തിച്ച വർഷമാണിത്. നരേന്ദ്രമോദിയും അമിത്ഷായും ജനരോഷം പേടിച്ച് ഓടി ഒളിച്ച വർഷം. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇത് നരേന്ദ്രമോദിയുടെയും ബിജെപിയുടെയും തകർച്ചയുടെ ആരംഭമാണ്. അതേസമയം ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നെഞ്ചുവിരിച്ചു നിൽക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും ഉദയമാണ്. ജനങ്ങളെ അടിച്ചമർത്താൻ നോക്കുന്ന ഏതൊരു സ്വേച്ഛാധിപത്യ ഭരണവും ജനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ തകർന്നടിയുമെന്ന സത്യം വരും ദിവസങ്ങളിൽ രാജ്യം കാണാൻ പോവുകയാണ്.